പാറശാല ഷാരോൺ വധക്കേസിൽ ഇന്ന് വിധി പറയും. ഷാരോണിനെ വിഷം ചേർത്ത കഷായം കുടിപ്പിച്ചു കൊന്ന കേസിലാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയുക. പ്രതിയായ ഗ്രീഷ്മ കുറ്റക്കാരിയാണോ എന്ന് മാത്രമാകും ഇന്ന് വിധിക്കുക. ശിക്ഷാവിധി പിന്നീടാകും പ്രസ്താവിക്കുക. ഷാരോണിന്റെ മരണം നടന്ന് 2 വർഷം പിന്നിടുമ്പോഴാണ് കേസിൽ ശിക്ഷാവിധി എത്തുന്നത്. 2022 ഒക്ടോബർ 14 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കൊല്ലപ്പെട്ട ഷാരോണും പ്രതി ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വന്നു. പ്രണയബന്ധത്തിൽ നിന്നൊഴിയാൻ ഗ്രീഷ്മ ഷാരോണിനെ നിർബന്ധിച്ചെങ്കിലും തയ്യാറായില്ല. ഇതിനു പിന്നാലെയാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം. ജീവിതത്തിൽ നിന്ന് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ കണ്ടെത്തിയത് കഷായത്തിൽ വിഷം ചേർത്ത് നൽകൽ. കഷായം കഴിച്ച അവശനിലയിൽ 11 ദിവസമാണ് ഷാരോൺ ആശുപത്രിയിൽ കിടന്നത്. എന്നാൽ ഗ്രീഷ്മ തന്നെ ചതിക്കില്ലെന്നായിരുന്നു മജിസ്ട്രേറ്റിന് ഷാരോൺ നൽകിയ മൊഴി. ഷാരോണിന്റെ മരണശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഫോറൻസിക് ഡോക്ടർ അന്വേഷണ സംഘത്തിന് കൈമാറിയ ശാസ്ത്രീയ തെളിവുകൾ കേസിൽ നിർണായകമായി. മജിസ്ട്രേറ്റിനോട് പറഞ്ഞെങ്കിലും പിതാവിനോടും സുഹൃത്തിനോടും ഗ്രീഷ്മ ചതിച്ചെന്നും ഷാരോൺ പറഞ്ഞിരുന്നു. ഈ മൊഴിയും പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തെ വളരെ വേഗത്തിലെത്തിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. 1 വർഷം ജയിലിൽ കിടന്ന ഗ്രീഷ്മ നിലവിൽ ജാമ്യത്തിലാണ്. ഇതിനിടെ ഒരു തവണ ജയിലിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 2023 ജനുവരി 25 കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2024 ഒക്ടോബറിൽ ആരംഭിച്ച വിചാരണ ഈ മാസം ആദ്യം വരെ നീണ്ടു. 95 സാക്ഷികളെ വിസ്തരിച്ചു. ഒടുവിൽ ഇന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി MM ബഷീർ കേസിൽ വിധി പറയും. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ വിമൽകുമാറും ഗൂഢാലോചന കേസുകളിലും പ്രതികളാണ്. 24 തിരുവനന്തപുരം. സജോ ദേവസിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സജോ, ഗുഡ് മോർണിംഗ് സജോ. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഈ വാർത്ത ഇത് വല്ലാതെ ഞെട്ടിച്ച വാർത്ത തന്നെയാണ്. 2022 നടന്ന വാർത്തയാണ്. അത് പലപ്പോഴും പല വാർത്തകളും നമ്മൾ മാധ്യമങ്ങൾ വളരെ ഇതായിട്ടൊക്കെ കൊടുക്കും, പിന്നീട് ജനങ്ങളത് മറന്നുപോകും. ഇപ്പോൾ വീണ്ടും ആ വാർത്ത ഓർക്കുന്നത് ഒരുപക്ഷെ ഇന്ന് ഇത് റിപ്പോർട്ടുകൾ വരുമ്പോഴായിരിക്കും. എപ്പോഴാകും വിധി പ്രസ്താവം ഉണ്ടാവുക? ശിക്ഷാവിധി പിന്നീടാണെങ്കിൽ പോലും എന്തായിരിക്കും വിധി എന്നറിയാൻ വലിയ ആകാംക്ഷയുണ്ട്. സ്മിത, ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയും ഈ കേസിൽ വിധി പറയുക. അതായത് സാധാരണഗതിയിൽ വിധി പ്രസ്താവത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ 2 ഘട്ടമായി ആണ് അത്തരം ഇപ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതായത് ഗ്രീഷ്മയും അമ്മയും അമ്മാവനുമാണ് ഈ കേസിൽ പ്രതിപട്ടികയിലുള്ളത്. പ്രതികൾ കുറ്റക്കാരാണോ എന്നതും അത് സംബന്ധിച്ച ഉള്ള ഒരു പരാമർശമായിരിക്കും ഉണ്ടാവുക. പിന്നീട് ഒരു തവണ കൂടി ഹിയറിംഗ് വെച്ച് മറ്റൊരു ദിവസത്തേക്ക് വിധി പ്രസ്താവം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. അതായത് അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ വിധി സംബന്ധിച്ച് പ്രത്യാശിക്കുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമുള്ളൊരു കേസാണ്. മറ്റൊന്ന്, സംസ്ഥാനമാകെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ് ഈ കേസിൻ്റെ ഒരു സ്വഭാവം. അതായത് പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ കാമുകന് വിഷം കലർത്തിയ കഷായം, അതായത് കഷായത്തിൽ കീടനാശിനി കലർത്തി എന്നതാണ് കണ്ടെത്തൽ. അങ്ങനെ വിഷം കലർത്തിയ കഷായം കൊടുക്കുന്നു. ആ കേസിൻ്റെ ഒരു നാൾ വഴി മുതൽ അങ്ങോട്ടേക്ക് ദീർഘകാലം അവർ പ്രണയത്തിലായിരിക്കുന്നു. ഇരുവരും യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളാണ്. അങ്ങനെ ചെറിയ പ്രായത്തിലുള്ള ഗ്രീഷ്മ കാമുകനെ കൊലപ്പെടുത്താൻ ഇങ്ങനെ ഒരു ആസൂത്രണം നടത്തുന്നു. അത് മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയായിരുന്നു. അതിനുവേണ്ടി ആ കുറ്റകൃത്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഒരു ജ്യൂസ് ചാലഞ്ചൊക്കെ നടത്തി. അതും അന്ന് വലിയ തോതിൽ ചർച്ചയാവുകയും വ്യാപകമായ കേസിൻ്റെ അന്വേഷണമാകുകയും നമ്മൾ പരിശോധിച്ചാൽ, അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാനത്താകെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടൊരു കേസ് കൂടിയാണ്. അത് തെളിഞ്ഞത് ആ കേസിൻ്റെ ഒരു ദിവസം, അതായത് 11 ദിവസത്തോളം ഷാരോൺ രാജ് ആശുപത്രിയിൽ അവശനിലയിൽ കഴിയുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് ഇങ്ങനെ വിഷം കഴിച്ചതാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അങ്ങനെ മൊഴിയൊക്കെ രേഖപ്പെടുത്തുന്നതിന് ശ്രമിച്ചു. പിന്നീടാണ് ഏറ്റവും ഒടുവിലാണ് ആ കേസിൻ്റെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അന്വേഷണവും അതിന് ശാസ്ത്രീയ തെളിവുകളുമൊക്കെയാണ് ഈ കേസിൽ നിർണായകമായത്. എത്രത്തോളം പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ കേസിനെ എങ്ങനെയാണ് കോടതിയിൽ പ്രോസിക്യൂഷന് സംശയങ്ങൾക്ക് അതീതമായി തെളിയിക്കാൻ കഴിഞ്ഞു എന്നതടക്കം ഒരുപാട് കൗതുകം നിറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നിയമവഴിയിൽ തന്നെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. 11 മണിയോടുകൂടി നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഈ കേസിലെ ഏറ്റവും നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. സജോ ദേവസിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകി.